റൈറ്റ്, ഞാൻ തിരികെ എത്താം. ഞാൻ പ്രതികരണങ്ങളിലേക്ക് തന്നെ നമുക്ക് വരാം. കൂടുതൽ പേർ എങ്ങനെയാണ് സമരസമിതിയുടെ പ്രതികരണം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ശ്രീ ഫസൽ ഗഫൂർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഫസൽ ഗഫൂർ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമപരമായിട്ട് നിലനിൽക്കുന്നതല്ല എന്ന് പല ഭാഗത്തുനിന്നുള്ള വിമർശനങ്ങൾ വന്നെങ്കിലും സർക്കാർ അതുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ കോടതി തന്നെ ഇങ്ങനെ ഒരു കമ്മീഷൻ തന്നെ ആവശ്യമില്ല, ഇത് നിയമസാധുതയില്ല എന്ന് പറയുന്നിടത്ത് സർക്കാർ ഇതൊരു പ്രഹസനം കാണിക്കുകയായിരുന്നു എന്നുള്ള ഒരു ആരോപണം കൂടുതൽ ശക്തിപ്പെടാൻ അത് വഴിവെക്കും. ഇല്ല, ഇതിൽ സർക്കാരിന് വേറെ വഴിയൊന്നുമില്ലല്ലോ. സർക്കാർ നിഷ്ക്രിയമാക്കുന്നു എന്ന് പറയുമ്പോ ഹൈക്കോടതി ഈ വഖഫ് ബോർഡിന്റെ തീരുമാനമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് മുനമ്പവാസികൾക്ക് വലിയ തിരിച്ചടിയേക്കും. അപ്പൊ അതിൽ അന്ന് മുസ്ലിം സംഘടനകളും മനസ്സിലായില്ലേ സർക്കാരും ഒക്കെ പറഞ്ഞത് അതിനൊരു പ്രതിവിധി കാണണം എന്നുള്ളതാണ്. അപ്പൊ സർക്കാർ അതനുസരിച്ചിട്ടാണ് ഒരു പ്രതിവിധിക്ക് ശ്രമിച്ചത്. അപ്പൊ അത് പരാജയപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിപ്പോ ഒരു കരുതി കൂട്ടി ഏറ്റുവാങ്ങിയ ഒരു അടിയെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊരു പരാജയമാണ്. ലീഗലി ഒരു ലീഗൽ കോൺഫ്ലിക്റ്റ് അതിൻ്റെ അകത്ത് വരാൻ പോകുന്നു. കാരണം വഖഫ് ബോർഡ് ഒരു സ്ഥലത്ത്, പിന്നെ വഖഫ് ട്രിബ്യൂണൽ രണ്ടാമത്, പിന്നെ ഹൈക്കോടതി, ഇവിടെയിലൂടെ എല്ലാം പോയിട്ടുള്ള ഒരു കേസാണ്. കേസിലെല്ലാം ഈ വിൽപ്പന തെറ്റായിരുന്നു, അത് വഖഫ് സ്ഥലമാണെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ അത് വരുമ്പോ അങ്ങനെ വരുമ്പോ നിവാസം കൊണ്ടി വരും എന്ന സ്ഥിതി അത് എല്ലാവരും ഒത്തിട്ടുള്ള ഒരു സംഭവമാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും മുസ്ലിം സംഘടനകളും ക്രൈസ്തവ സംഘടനകളൊക്കെ ഒത്തുകൊണ്ട് ഒത്തുതീർപ്പുമാരിയാണ് ഈ കമ്മീഷൻ വന്നത്. അപ്പൊ ആ കമ്മീഷന് നിയമസാധ്യത ഇന്ന് ഉണ്ടാവൂല ഇല്ല എന്നൊരു അഭിപ്രായം എനിക്ക് ആദ്യം ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഇപ്പൊ ഏക വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മളൊരു ലെജിസ്ലേഷൻ മാത്രമേ പറ്റുള്ളൂ. എന്നിട്ട് അതിനെ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ നിയമവിദഗ്ധന് 9th ഷെഡ്യൂളിൽ അത് നിയമം ഇടപെടുന്നതിൽ നിന്ന് തടുക്കുക. അങ്ങനെയാണ് നമ്മുടെ സംവരണം 69% ആക്കിയത് തമിഴ്നാട്ടിൽ 50-ൽ നിന്ന്. സുപ്രീം കോടതി വിധി പാടുള്ളൂ, പക്ഷെ 69 തമിഴ്നാട്ടിൽ. അതുമാതിരി ഒരു പ്രക്രിയയോടെ പോകേണ്ടതാണ്. അതെനിക്കറിവിടെ അതില്ല, നിയമവിദഗ്ധർ പറയുന്നതാണ്. ഏതായാലും ദൗർഭാഗ്യകരമായി പോയി കാര്യങ്ങൾ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നന്ദി. ഡോക്ടർ ഫസൽ ഗഫൂറാണ് പ്രതികരിച്ചത്. ദൗർഭാഗ്യകരമായി പോയി കോടതിയുടെ തീരുമാനം എന്നുകൂടുള്ള പ്രതികരണം വരുമ്പോൾ ടി ജി സജിത്തിലേക്ക് വീണ്ടും. സജിത്ത്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി ചെയ്യാൻ കഴിയുന്നത് അപ്പീൽ പോകുക എന്നുള്ളതാണ്. പക്ഷേ സമരസമിതി പറയുന്ന പോലെ സർക്കാർ ഇതൊരു കമ്മീഷനെ വെക്കാതെ നേരിട്ട് ഇതിലൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് ചോദിക്കുമ്പോൾ സർക്കാർ അതെങ്ങനെ പരിഹരിക്കുമെന്ന് ഫസൽ ഗഫൂർ അടക്കമുള്ളവർ പറയുകയും ചെയ്യുന്നു. സർക്കാരിൻ്റെ മുന്നിൽ ഇതൊരു വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുമോ, അതോ നിയമ പോരാട്ടമായി മുന്നോട്ട് പോകാം എന്ന് സർക്കാർ കരുതുന്നു? അവർ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പൊളിറ്റിക്കൽ ക്രൈസിസ് ആണ് ഈ മുനമ്പം വിഷയത്തിൽ സർക്കാരിന് മുന്നിൽ രൂക്ഷമാവുന്നത് എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, മുനമ്പം ഒരു നിയമപ്രശ്നമാണ്, അതിനപ്പുറം ഒരു രാഷ്ട്രീയ വിഷയമാണ്. ഈ വിഷയത്തിൽ സർക്കാർ ഒരു കക്ഷി തന്നെയാണ്. കാരണം സംസ്ഥാന സർക്കാരിന് ചില ഇടപെടൽ മാർഗങ്ങളുണ്ട്. ആ ഇടപെടൽ മാർഗങ്ങൾ സർക്കാർ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് ഈ മുനമ്പ സമരക്കാരും അടക്കം അവിടുത്തെ ക്രൈസ്തവ സംഘടനകൾ അടക്കം ഉന്നയിക്കുന്ന വിഷയം. ഇത്തരമൊരു സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ പകരം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് തൽക്കാലം ഈ സമരക്കാരെ അനുനയിപ്പിക്കാൻ ഒരു നീക്കം നടത്തിയത്. സ്വാഭാവികമായും അതിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇനി 2 നടപടികൾ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന രീതിയിൽ അപ്പീൽ പോകുമെന്നൊരു പ്രഖ്യാപനം സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായേക്കാം. ഒരുപക്ഷെ നിയമസഭയിലുള്ള നിയമമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം വരുന്ന മിനിറ്റുകളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതുന്നു. ആ തരത്തിലുള്ള ഒരു നീക്കം സർക്കാർ തലത്തിൽ തന്നെ ഒരു അപ്പീൽ സാധ്യത ആലോചിച്ച് തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സർക്കാരിന്റെ സാധ്യത ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാം, അതിനും അപ്പുറം സുപ്രീം കോടതിയിലേക്ക് വേണമെങ്കിൽ പോലും ഇതിന്റെ സാധുത, ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ സാധുത ഞാൻ തിരികെ എത്താം.